ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ശ്രീനഗറിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീരിനെ ഒരു സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഒരു മാറ്റിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. 2014 ഇലക്ഷന് ശേഷം ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് തന്നെ അതുകൊണ്ട് നിരവധി പ്രത്യേകതകളുമുണ്ട്. ഒരു ജനാധിപത്യ സ്വഭാവം കൈവരിക്കാനായി എന്നുള്ളത് തന്നെയല്ലേ? രോഹിണി, തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും അത്തരത്തിൽ തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കമുണ്ടാകും, ആര് സർക്കാർ രൂപീകരിക്കും എന്നതിനെല്ലാം അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനം ജമ്മു കാശ്മീരിലും ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ ജനാധിപത്യത്തിന്റെ ഉത്സവമായ വോട്ടെടുപ്പും അതിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും വളരെ സമാധാനപരമായി ജനങ്ങൾ നിർഭയമായി പങ്കെടുത്തുകൊണ്ട് പോളിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ട് യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ സമാധാനപരമായി നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടോളം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ 87 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിച്ച ചരിത്രം ജമ്മു കാശ്മീരിനുണ്ട്. അതിനുശേഷം വിഘടനവാദ പ്രവർത്തനങ്ങളിൽ വെടിയൊച്ച നിലക്കാത്ത ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാൻ ആളുകൾ ഭയന്നിരുന്ന, നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ 500-600 മുകളിൽ വോട്ടുകളുള്ള, വോട്ട് അവകാശം വിനിയോഗിക്കാനുള്ള പൗരന്മാരുള്ള ബൂത്തുകളിലും മേഖലകളിലും 1-2 വോട്ട് മാത്രം രേഖപ്പെടുത്തിയിരുന്ന ഇത്തരം വോട്ടെടുപ്പിലോ അല്ലെങ്കിൽ പ്രചാരണത്തിലോ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലോ ജനങ്ങൾ ഭയം കൊണ്ട് സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന തീവ്ര നിലപാടുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. വോട്ടെടുപ്പിന്റെ അന്നും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസങ്ങളിലും സ്ഫോടനങ്ങളും അക്രമ സംഭവങ്ങളും നടന്ന ജമ്മു കാശ്മീരിൽ നമുക്കറിയാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലഭ്യമാണ്. നമുക്ക് അതിലേക്ക് പോയ ശേഷം ജിഷ്ണുവിലേക്ക് വീണ്ടും വരാം. भारतीय जनता पार्टी तीसरी बार सरकार बना रही है। आसफ कुमारी सैलजा का भी बयान आया, हुड्डा भी कह रहे हैं 60 से अधिक सीटें आ रही हैं। इसके साथ ही वो राहुल गांधी की नेतृत्व की बात कर रही हैं सैलजा के, लगातार राहुल गांधी। देखिए, ये इनका इंटरनल मामला है, वो अपनी क्या उन्होंने अपनी समीकरण लगा रखे हैं, वो अपने समीकरणों को देखें, देख करके फिर बात करें। परंतु उसके साथ साथ वो राजस्थान को भी ध्यान करें, वो मध्य प्रदेश को भी ध्यान करें, छत्तीसगढ़ को भी ध्यान करें, उत्तराखंड को भी ध्यान करें। देखना चाहिए, झूठ की राजनीति नहीं चलेगी अब, क्योंकि इन्होंने झूठ की राजनीति चलाई है, शुरू में चली है। हिमाचल में चल गई, कर्नाटका में चल गई, तेलंगाना में चल गई, परंतु उसके बाद नहीं चली। उसके बाद इनको नकार दिया गया, क्योंकि ये लोग झूठ बोल करके लोगों को बरगड़ा करके वोट लेने का काम करते हैं। परंतु अब इनका झूठ नहीं बिकेगा, न चलेगा। भारतीय जनता पार्टी तीसरी बार सरकार बना रही है। लगता है सर ईवीएम पर एक बार फिर सवाल उठाए जाएंगे? देखिए, वो तो उनके डीएनए के अंदर है। जब नहीं अपने पक्ष में कुछ दिखता है फिर ईवीएम को कोसेंगे। किस तरीके से नतीजे रहेंगे? मुख्यमंत्री जी, ഹരിയാന മുഖ്യമന്ത്രി വലിയ പ്രതീക്ഷയിലാണ്. ഹാട്രിക് വിജയം നേടും BJP ഹരിയാനയിൽ എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് അദ്ദേഹം. വീണ്ടും നമുക്ക് ജിഷ്ണുവിലേക്ക് തന്നെ പോകാം. ജിഷ്ണു, പറഞ്ഞു വന്നത് തുടരും. കൃഷ്ണാജി സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ കാത്തിരിക്കുന്ന ഈ ഒരു അവസാന നിമിഷത്തിലും ഫലം എന്തായിരിക്കും എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. ഒന്ന്, നേരത്തെ നമ്മൾ നിരന്തരമായി സൂചിപ്പിച്ചതുപോലെ സമാധാനപരമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. ഒരു പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അക്രമ സംഭവങ്ങളും കല്ലേറും സ്ഫോടനങ്ങളും ഇല്ലാതെ സമാധാനപരമായി നിർഭയമായി ജനങ്ങൾ പ്രചാരണത്തിലും വോട്ടെടുപ്പിലും പങ്കെടുത്തിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടി മുൻതൂക്കം ഉണ്ടാക്കിയാലും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വളരെ മനോഹരമായി ജനാധിപത്യത്തിൽ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അവിടെ ജമ്മു കാശ്മീരും അതിന്റെ ഭാഗമാകുന്നു എന്ന വലിയ സന്തോഷമെന്ന് ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ കാണുന്നതിനായി വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അവരുടെ ഒരു സംഘം ഈ 3 ഘട്ടങ്ങളിലായി നടന്നിരുന്ന വോട്ടെടുപ്പും അതിന്റെ നടപടിക്രമങ്ങളും നിരീക്ഷിക്കുന്നതിനും അത് പരിശോധിക്കുന്നതിനുമായി ജമ്മു കാശ്മീരിലെത്തിയിരുന്നു. അത്തരത്തിൽ ലോകരാഷ്ട്രം മുഴുവൻ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുകയാണ് ജമ്മു കാശ്മീരിൽ. മുൻപ് പുകഞ്ഞുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര വേദികളിൽ പോലും വലിയ ചർച്ചാ വിഷയമായിരുന്ന അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്ന
ജമ്മു കാശ്മീരിൽ ഇത്ര സമാധാനപരമായി വളരെ സമാധാനത്തോടു കൂടി അതും ഉയർന്ന പോളിംഗ് ശതമാനത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായി എന്നുള്ളത് വലിയ വിജയം തന്നെയാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഇനി രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ളത്. അതിനു മുൻപും നമ്മൾ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇപ്പോഴും വലിയൊരു വിഭാഗം എക്സിറ്റ് പോളുകളും ഒപ്പം ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഒരു 46 കടന്നുകൊണ്ട് അല്ലെങ്കിൽ 46 അടുത്തേക്ക് സീറ്റുകൾ നേടാൻ നാഷണൽ കോൺഫറൻസിനാണെങ്കിലും BJPക്കാണെങ്കിലും അത്രയധികം സീറ്റുകൾ നേടാൻ കപ്പാസിറ്റി ഉള്ളൊരു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ ജമ്മു കാശ്മീരിലില്ല നമുക്ക് പറയാൻ സാധിക്കും.